ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു പാവയ്ക്ക തീയലാണ് ഉണ്ടാക്കുന്നത്. പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കൂട്ടത്തിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പേ വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, തേങ്ങ വറക്കണം. തീയലിന് ആവശ്യമായ തേങ്ങ നമുക്ക് വറക്കാം. അതിലേക്ക് തേങ്ങ ഇട്ടു. തേങ്ങ നന്നായിട്ട് മൂക്കണം. നല്ല ഒരു ചുമന്ന് വരണം തീയലിന്. കാരണം നമുക്ക് വെള്ളം ചേർക്കാതെ അരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അല്പം എണ്ണയും കൂടെ ചേർത്ത് വറക്കുന്നത്. അങ്ങനെ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കണം. പൊടികൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഏറ്റവും കൂടുതൽ മൂക്കാനുള്ള പൊടി ആദ്യം ചേർക്കണം. അത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ചെറിയ സ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അതല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് തീ നിർത്തിയാലും ദോഷമില്ല, കാരണം നല്ല ചൂട് കാണും. അങ്ങനെ മല്ലിപ്പൊടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അവസാനം മുളക് പൊടി ചേർക്കണം. എരിവുള്ള മുളക് പൊടിയാണ് 2 സ്പൂൺ, ചെറിയ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഒരു പാവയ്ക്കേ ഉള്ളൂ. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി പൊടികളുടെ എല്ലാം പച്ചക്കുത്ത് മാറിയതിന് ശേഷം, തണുത്തതിന് ശേഷം ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് പാവയ്ക്ക വാട്ടേണ്ടതായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക, പാവയ്ക്കയും തേങ്ങാക്കൊത്തും കൂടി അതിലേക്ക് ചേർക്കുക. ഒന്നിച്ച് ചേർക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഈ പാവയ്ക്ക ഒന്ന് വാട്ടണം. ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട, ഒന്ന് വാടി വരണം. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒരുപാട് വെന്ത് വല്ലാതെ ആകരുത്, അതുപോലെ തന്നെ ഒരുപാട് മൂത്തും പോകരുത്. ഒരു മീഡിയം തീയിലിട്ടിട്ട്, മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ചെയ്യാം. ഇനി ഇതേ രീതിയിൽ ആയതിനു ശേഷം പാവയ്ക്ക നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പയിലേക്ക് വെക്കാം. ആ ചട്ടിയിലേക്ക് നമ്മൾ ഈ വാട്ടിയ പാവയ്ക്ക അതെല്ലാം അതിനകത്തേക്ക് ചേർക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, വാട്ടിയപ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അതിലേക്ക് പുളിവെള്ളം, 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അരിച്ചു വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളവും കൂടെ ചേർത്തു. ഇനിയാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ പാവയ്ക്ക ഒന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ച അരപ്പാണ്. ആ അരപ്പും കൂടെ ചേർത്ത് ഇത് ഒന്ന് തിളച്ച് ഇതിൻ്റെ എണ്ണയൊന്ന് തെളിയണം. പാവയ്ക്ക ശ്രദ്ധിക്കാനുള്ളത്, പാവയ്ക്ക ഒരുപാട് സമയം പുളിവെള്ളത്തിൽ കിടന്നിട്ടാണെങ്കിൽ പോലും വേഗരുത്. പകുതി വേഗ് നമ്മൾ ആദ്യം വഴറ്റിയപ്പോഴും ബാക്കി പകുതി വേവ് ഇപ്പോൾ തിളയ്ക്കുമ്പോഴും ആയിരിക്കണം. വെന്ത് പാവയ്ക്ക അങ്ങ് ചളുപളാന്നാകരുത്. പാവയ്ക്കായിട്ട് തന്നെ കിടക്കണം, എങ്കിലും വേകുകയും വേണം. അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെ നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് കടുക് വറുത്ത് തീയലിനെ ചേർക്കാം. ഇതിനകത്ത് നമ്മൾ ഉള്ളി ചേർത്തിട്ടില്ല. സാധാരണ തീയൽ വെക്കുമ്പോൾ എല്ലാവരും ചുവന്നുള്ളി ചേർക്കും. ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല. അതിന് പകരം തേങ്ങാക്കൊത്താണ് ചേർത്തത്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ ആ വ്യത്യാസം മനസ്സിലാകും. കാരണം ഉള്ളിയിലേക്ക് കയ്പ്പ് പിടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് തേങ്ങാക്കൊത്തിലേക്ക് കയ്പ്പ് പിടിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ തീയലിന് ഒരു ഭയങ്കരമായ രുചി ഉണ്ടാക്കും. ഈ തേങ്ങാക്കൊത്തിനും ഭയങ്കര രുചിയായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ആ വ്യത്യാസം മനസ്സിലാകും. പാവയ്ക്ക ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇതേ രീതിയിൽ തീയൽ വെച്ചാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, പാവയ്ക്ക ഒരുപാട് സമയം വെള്ളത്തിൽ കിടന്ന് വേഗരുത്. പാവയ്ക്ക ആദ്യം നന്നായി കഴുകിയതിന് ശേഷം അരിയുക. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഈ രീതിയിൽ ശ്രദ്ധിച്ച് പാവയ്ക്ക തീയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഹരേ കൃഷ്ണ.